വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ സമൂഹമാധ്യമ ആപ്പുകൾക്കുമേലുള്ള നിരോധനം നീക്കി നേപ്പാൾ. പോലീസ് വെടിവെപ്പിൽ 20 പ്രതിഷേധക്കാരാണ് ഇന്നലെ മരിച്ചത്. 250 പേർക്ക് പരിക്കേറ്റു. നേപ്പാൾ ആഭ്യന്തരമന്ത്രി ഇന്നലെ രാജിവെച്ചിരുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനുള്ള പിന്തുണ നേപ്പാളി കോൺഗ്രസ് പിൻവലിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ജിഷ്ണു രവീന്ദ്രനാണ് ചേരുന്നത്. ജിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കനത്ത ആദ്യ പ്രതിഷേധമെന്ന് തന്നെ പറയാം ഈ മട്ടിലുള്ള. അപ്പോൾ അവരുപയോഗിക്കുന്ന അവരുടേതായ ഒരു ലോകത്തിന് വിലക്കേർപ്പെടുത്തുന്നു. ആ വിലക്കിനെതിരായ ശക്തമായ പ്രതിഷേധത്തിൽ മരണം, ഒടുവിൽ സർക്കാർ അവർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ജൻസി പ്രതിഷേധം നൽകുന്ന സൂചന എന്താണ്? നേപ്പാളിൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? നേപ്പാളിൽ ജൻസി പ്രതിഷേധങ്ങൾ കത്തിപ്പടരുന്നതിനിടെ ഒടുവിൽ സർക്കാരിന് അവർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹ മാധ്യമ ആപ്പുകൾക്ക് മുകളിലുള്ള നിരോധനം അവസാനം നേപ്പാളി സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് കേവലം സമൂഹ മാധ്യമങ്ങൾക്ക് മേലുള്ള നിരോധനം മാത്രമല്ല, ഇത് തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിരോധനം കൂടിയാണ്, അല്ലെങ്കിൽ കടന്നുകയറ്റം കൂടിയാണ് എന്നാണ് പ്രതിഷേധക്കാർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. 20ഓളം പേർ പോലീസ് വെടിവെപ്പിലും മറ്റുമായി മരിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 250 മേൽ ആളുകൾക്ക് ഇതിനകം തന്നെ പരിക്കേറ്റ് കഴിഞ്ഞു. രമേശ് ലേഖക് എന്ന ആഭ്യന്തരമന്ത്രി ഇതിനകം രാജിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് സർക്കാർ പൂർണ്ണമായും സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ നേപ്പാളി കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ, ഇന്നലെ വൈകിട്ട് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നേപ്പാളി കോൺഗ്രസ് മന്ത്രിമാർ വാക്കൌട്ട് നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക്, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് നേപ്പാൾ സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 6 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ സംയുക്ത പ്രസ്താവന ഇറക്കി എന്നുള്ളതാണ്. ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ, കൊറിയ, ബ്രിട്ടൻ, അമേരിക്ക എന്നിങ്ങനെ 6 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നേപ്പാളിൽ നടക്കുന്ന അതിക്രൂരമായ പോലീസ് അടിച്ചമർത്തലിൻ്റെ അല്ലെങ്കിൽ ഭരണകൂട അടിച്ചമർത്തലിനെതിരെ സംയുക്ത പ്രസ്താവന നടത്തി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. അതായത് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ നടന്ന ക്രൂരതകൾ എന്തൊക്കെയാണ്, വെടിവെപ്പുകൾ, പോലീസ് അതിക്രമണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അന്വേഷിക്കാൻ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. സമൂഹ മാധ്യമ ആപ്പുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാകണമെന്ന നിയമം അംഗീകരിക്കാൻ ഈ സമൂഹ മാധ്യമ ആപ്പുകൾ തയ്യാറാകാതെ വന്നതോടെ, എക്സും അതിന് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഉൾപ്പെടുന്ന സമൂഹ മാധ്യമ ആപ്പുകൾ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഈ നിരോധനത്തിലേക്ക് സർക്കാർ പോകുന്നത്. ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുന്നു. സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഈ ആപ്പുകളിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. ഒരു കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയായി സർക്കാരിൻ്റെ ഒരു പ്രതിനിധി വേണമെന്നതായിരുന്നു സർക്കാരിൻ്റെ ആവശ്യം. അതിലൂടെ സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ സെൻസർ ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ യുവാക്കൾ, ജൻസി തലമുറയിൽപ്പെടുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇത് കേവലം സമൂഹ മാധ്യമ ആപ്പുകൾക്ക് മേലുള്ള ഒരു നിരോധനം മാത്രമല്ല, തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, വിയോജിക്കാനുള്ള അവകാശത്തെ കൂടി റദ്ദ് ചെയ്യുന്ന തരത്തിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതായിരുന്നു പ്രക്ഷോഭക്കാരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നു. സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. സമൂഹ മാധ്യമ ആപ്പുകൾക്ക് മേലുള്ള നിരോധനം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവ വികാസം ഇന്ന് നടന്നിരിക്കുന്നത്. റിജിത്ത്, ക്രിസ്റ്റീന. ജിഷ്ണു, ഈ പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് കുട്ടികളുടെ ഒരു പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. പക്ഷേ അത് ആ സർക്കാരിനെ തന്നെ, ആ ഭരണകൂടത്തെ തന്നെ വലിച്ചു താഴെയിടാൻ കെൽപ്പുള്ള ഒരു പ്രതിഷേധമായി വളരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണല്ലോ ഇങ്ങനെ മുട്ടുമടക്കുന്ന നിലപാടിലേക്ക് ആ ഭരണകൂടം പോകുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണോ പ്രക്ഷോഭകർ അറിയിക്കുന്നത്? ഈ 20 പേർ കൊല്ലപ്പെട്ട സാഹചര്യം, അതിൽ തന്നെ 14ഉം 12ഉം വയസ്സുള്ള കുട്ടികളൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം ഇനി എങ്ങനെ ഏറ്റെടുക്കാനാണ് പ്രതിഷേധക്കാർ ഉദ്ദേശിക്കുന്നത്? സർക്കാർ ഏറ്റവും ഒടുവിലായി എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ ജിഷ്ണു? പ്രതിഷേധക്കാരുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അത് അവർ അറിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ 20ഓളം പേർ മരിച്ച ഒരു വലിയ സമരം, ഒറ്റ ദിവസം കൊണ്ടാണ് 20ഓളം പ്രതിഷേധക്കാർ മരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ ഒറ്റ ദിവസമാണ് കാഠ്മണ്ഡുവിലെ പ്രധാനപ്പെട്ട ഈ പ്രസിഡന്റിൻ്റെ വസതി അല്ലെങ്കിൽ പാർലമെൻറ്റ്, ഇതുപോലെയുള്ള സെക്രട്ടേറിയറ്റ് പോലുള്ള മേഖലകളിലാണ് ഈ സമരം നടന്നത്. അവിടെ പോലീസിൻ്റെ അതിക്രമത്തിലും അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിലൊക്കെയായി ആളുകൾ
20ഓളം പേർ മരിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തന്നെ സർക്കാരിന് പിന്തുണ പിൻവലിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ മൂവ്മെൻ്റായി മാറുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ജെൻസി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തലമുറയിലുള്ള കുട്ടികളാണ്, അവർ യുവാക്കളാണ്, അവർ പ്രതിഷേധിക്കുകയാണ്. അവർ പ്രതിഷേധിക്കുന്നത് കേവലം അവരുടെ ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുന്നു എന്നത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല, ഇതിനപ്പുറത്തേക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള സാധ്യതകൾ കൂടി ഇല്ലാതാക്കുന്നതാണ് ഈ നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം നേപ്പാളിൽ നടക്കുന്ന വിഷയത്തിൽ വലിയ ആകുലത, വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന്, രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. വലിയൊരു മൂവ്മെൻ്റായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റിജിത്ത്, ക്രിസ്റ്റീന. ഓക്കെ, നേപ്പാളിലെ സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ജെൻസിയുടെ ഭാഗത്തു നിന്നുള്ളത്. ഭാവിയിലെ പ്രതിഷേധങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നത് നിർണ്ണയിക്കുന്ന ഒന്നുകൂടിയാകാം ഇതെന്നാണ് ജിഷ്ണു രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6-നാണ് വോട്ടെണ്ണൽ. ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. 2 ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. OBC വിഭാഗത്തു നിന്നുള്ള BJP നേതാവായ CP രാധാകൃഷ്ണൻ 1998-ലും 1999-ലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്ര സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. നിരവധി സുപ്രധാന വിധികളിൽ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. 239 രാജ്യസഭാ എംപിമാരും 542 ലോക്സഭാ എംപിമാരും ഉൾപ്പെടെ 781 എംപിമാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത്. ബിജു ജനതാദളും ഭാരത് രാഷ്ട്രസമിതിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വോട്ട് ചെയ്യുന്ന എംപിമാരുടെ എണ്ണം 770 കുറയും. ഇതോടെ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനാകും. ജഗ്ദീപ് ധൻഖറിന് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷം ലഭിക്കാനിടയില്ലെങ്കിലും നിലവിൽ 425 എംപിമാരുള്ള NDAക്ക് അനുകൂലമാണ് സാഹചര്യം. ഇരുസഭകളിലുമായി 324 വോട്ടുകളാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ ലഭിച്ചാൽ പോലും രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. 24 ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, BRSും ബിജു ജനതാദളും വിട്ടുനിൽക്കുകയാണ്. അതോടുകൂടി ഭൂരിപക്ഷം എന്നുള്ളത് 386 എന്നതാണ്. ആരെങ്കിലും കൂറുമാറുമോ എന്നൊരാശങ്ക NDAക്കുണ്ടാകും. നേരത്തെ കിട്ടിയതിൽ നിന്ന് ഒരു വോട്ട് അത് കൂടിയാൽ അത് വലിയ രാഷ്ട്രീയ വിജയമെന്നും വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്നും ഇന്ത്യ സഖ്യവും കണക്ക് കൂട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടികൾ കൃത്യം 10 മണിക്ക് തുടങ്ങും. പ്രധാനമന്ത്രി ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തുക എപ്പോൾ, ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. രാവിലെ 10 മണിക്കായിരിക്കും ഈ വോട്ടെടുപ്പ് ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹം പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും അംഗങ്ങളോട് ഒപ്പമായിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. രാവിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പഞ്ചാബിലെ പ്രളയബാധിത മേഖല സന്ദർശിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കളും അതിരാവിലെ തന്നെ, അതായത് 10 മണിയോടെ സമീപത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അത്യന്തം വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടമായാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ശക്തമായ പ്രചരണം, അതായത് പ്രതിപക്ഷവുമായി പിന്തുണയ്ക്കുന്ന പാർട്ടി നേതാക്കളെയെല്ലാം നേരിട്ട് തന്നെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി സന്ദർശിക്കുകയും പിന്തുണ തേടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പ്രതിപക്ഷം സംയുക്തമായി ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. എന്നാൽ ഇത്തവണ ഐക്യത്തോടെയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ
പ്രതിപക്ഷ വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്നും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷവും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ അത് TDP വോട്ടുകൾ ഒപ്പം തന്നെ YSR കോൺഗ്രസിന്റെ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്നാൽ TDP NDAയുടെ ഭാഗമാണ്. YSR കോൺഗ്രസ് ആകട്ടെ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ തന്നെ മുന്നണികൾ മാറി മറിഞ്ഞുകൊണ്ട് ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇരുപക്ഷവും ഇത്തവണയും നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമായിരുന്നു ജഗ്ദീപ് ധങ്കറിന് ലഭിച്ചിരുന്നത്. 75%-ലേറെ വോട്ടുകൾ നേടിയായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു. എല്ലാ തിരഞ്ഞെടുപ്പിലും സമാനമായി ക്രോസ് വോട്ടിംഗ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തവണയും ക്രോസ് വോട്ടിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപക്ഷവും. ഇന്നലെ വൈകിട്ടും കൂടിയാലോചനാ യോഗങ്ങൾ ഇരുപക്ഷത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ക്രോസ് വോട്ടിംഗ് ആർക്ക് അനുകൂലം എന്നുള്ളത് തന്നെയായിരിക്കും ഏറെ നിർണായകമാവുക. ഈ തങ്ങളുടെ വോട്ട് പ്രതിപക്ഷത്തിന്റെ ആകെ വോട്ടുകളെക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ ലഭിച്ചാൽ അത് പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെ വിജയമായി വ്യാഖ്യാനിക്കാം എന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. സാഹചര്യങ്ങൾ ഭരണപക്ഷത്തിന് ആര് ജയിച്ചാലും 15ാമത് ഉപരാഷ്ട്രപതി ഒരു ദക്ഷിണേന്ത്യക്കാരനായിരിക്കും. സങ്കീർണമായ ഒരു വോട്ടിംഗ് പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മോക്ക് പോളും നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. കോൺഗ്രസിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ചൊല്ലി പുതിയ വിവാദം. കോൺഗ്രസിന് ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിൽ അതൃപ്തി പുകയുകയാണ്. അനവസരത്തിലുള്ള പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നൊരു വിഭാഗം, ഇല്ല എന്നൊരു വിഭാഗം. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെതിരായി ഒരു പടയൊരുക്കം കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ എന്ന ചില സൂചനകളും നൽകുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം? ക്രിസ്റ്റീന, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ട നിലപാട് അത് ധൃതി പിടിച്ചതായിരുന്നു, ഏകപക്ഷീയമായ നിലപാടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം അടക്കം രാജിവെക്കണം എന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തിയത് അതിര് കടന്ന നടപടിയായി പോയി. ഒപ്പം തന്നെ 15-ാം തീയതി നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടാണ്, എന്ന അഭിപ്രായമാണ് VD സതീശനുള്ളത്. അങ്ങനെ VD സതീശൻ്റെതായ അഭിപ്രായങ്ങൾക്കെതിരെ നേരത്തെ A ഗ്രൂപ്പിൽ തന്നെ അതായത് ഉറങ്ങിക്കിടന്ന A ഗ്രൂപ്പ് വീണ്ടും ഉണരുന്നൊരു സാഹചര്യം ഉണ്ടായി. A ഗ്രൂപ്പിലെ പല നേതാക്കന്മാരും ഗ്രൂപ്പ് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് ബീഹാർ പോസ്റ്റ് വിവാദത്തിൽ വീണ്ടും VD സതീശൻ്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും VD സതീശനെതിരെ, അതായത് നിലവിലുള്ള പവർ ഗ്രൂപ്പിനെതിരെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുകയും പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം മൊത്തം അനുഭാവികൾ, അതായത് പാർട്ടി അംഗങ്ങളല്ലാത്ത അനുഭാവികളുടെ വലിയൊരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന, ജനങ്ങളുമായി പുതിയ കാലത്ത് ഇടപഴകുന്ന ഒരു വലിയ മാധ്യമമാണ് ഡിജിറ്റൽ മീഡിയ സെൽ. ആ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പാടെ തള്ളിപ്പറയുക, ഏതെങ്കിലും ഒരു വിവാദത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ സംവിധാനമേ ഇല്ല, അതിന് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അതിൻ്റെ കൺവീനറോ ചെയർമാനോ അല്ല എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഔദ്യോഗികമായി തന്നെ പാർട്ടി KPCC ഇത് സംബന്ധിച്ച് ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടത്തിയാണ് ഔദ്യോഗികമായി അതിൻ്റെ കൺവീനറെയും ചെയർമാനെയും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത്. നേരത്തെ അനൂപ് ആൻ്റണിയും P സരനൊക്കെ തന്നെ അതിൻ്റെ കൺവീനറായിരുന്നു. ഇപ്പോഴതിൻ്റെ ചെയർമാനാണ് VT ബൽറാം. VT ബൽറാം രാജിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ സണ്ണി ജോസഫ് പറയുന്നു VT ബൽറാം സ്ഥാനം രാജിവെച്ചിട്ടില്ല. പക്ഷേ വരുന്ന കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന VT ബൽറാമിൻ്റെ അഭിപ്രായം കൂടി തേടി ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നല്ലാതെ VT ബൽറാം രാജിവെച്ച് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടില്ല എന്ന കാര്യം അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ആളിക്കത്തുന്നു എന്ന വിഷയമാണ്. അതായത് ഇത് സംബന്ധിച്ച് VD സതീശനെതിരായ ഒരു ആയുധമാക്കിയതെടുക്കുക എന്ന അജണ്ട മറ്റു ചില നേതാക്കന്മാർക്കുണ്ട്. ഒപ്പം തന്നെ പുനഃസംഘടന വരുമ്പോൾ സീനിയറായ ഒരുപാട് നേതാക്കന്മാർക്ക് നിലവിൽ സ്ഥാനം ലഭ്യമല്ലാതാകും. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയ എന്ന പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊണ്ടുവരിക, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പുകൾക്ക് പുതിയ തന്ത്രങ്ങൾ മെനയുന്ന വാർ റൂം. നേരത്തെ അഡ്വക്കേറ്റ് M ലിജു ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. പക്ഷേ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലിജു ആലപ്പുഴയിലേക്ക് സംഘടനാ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതിയാണ്. അത് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയായിരുന്നു. ഇത്തവണ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ ഈ പുനഃസംഘടനയിൽ ഈ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ മാത്രമല്ല ഇത്തരത്തിലുള്ള വാർ
വാർ റൂം പ്രചാരണ സമിതി അടക്കമുള്ള ശരി, കാര്യങ്ങൾ മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. BD ബിഹാർ വിവാദം അവസാനിച്ചു എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആശ്വസിക്കുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം കോൺഗ്രസിൽ രൂപപ്പെടുന്നത്. വിമർശനവും പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുള്ള പ്രതികരണവുമൊക്കെ സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമാകുന്നത്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിൽ MDMAയുമായി ഡോക്ടർ പിടിയിൽ. നോർത്ത് പറവൂർ സ്വദേശി അംജാദ് ഹസനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1 ഗ്രാം MDMA ഡാൻസ് ഓഫ് പിടിച്ചെടുത്തു. ഡോക്ടർ ഏറെ നാളായി ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിക്കുന്നത് എന്നത് പ്രധാനമാണ്. വിവരങ്ങൾ എന്താണ് വിഷ്ണു? നേരത്തെ ഒരു TTRന്റെ പക്കൽ നിന്ന് 3 ഗ്രാം MDMA കൊച്ചിയിൽ തന്നെ പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു യുവ ഡോക്ടറിന്റെ പക്കൽ നിന്ന് 0.83 ഗ്രാം, ഏകദേശം 1 ഗ്രാമിനോട് അടുത്ത MDMA പിടികൂടിയിരിക്കുന്നത്. ഡാൻസ് ഓഫ് യൂണിറ്റ് 4 നടത്തിയ പരിശോധനയിലാണ് ഈ നോർത്ത് പാലത്തിന് സമീപം താമസിക്കുന്ന ഇയാളുടെ പക്കൽ നിന്ന് MDMA കണ്ടെത്തിയത്. ഇയാൾ നേരത്തെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് ഡാൻസ് ഓഫ് സംഘം പറയുന്നുണ്ട്. നേരത്തെ ഇയാൾക്ക് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകളുണ്ട് എന്ന വിവരം ഡാൻസ് ഓഫിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇപ്പോൾ ഈ യുവ ഡോക്ടറെ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ ഇയാളെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാൾക്കിതിൽ വൻതോതിൽ ഇടപാടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. വിപണനമടക്കമുള്ള കാര്യമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഒരു ഡോക്ടറിൽ നിന്നാണ്, ഒരുപക്ഷെ സമൂഹത്തിൽ ഇത്തരം ലഹരിക്കെതിരെയൊക്കെ പോരാടേണ്ട മുൻനിര ഒരാളിൽ നിന്നാണ് ഈ MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഗൗരവം വർദ്ധിക്കുന്നു. ഒപ്പം കൊച്ചിയിലേക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി MDMAയുടെയും കഞ്ചാവിന്റെയും വരവ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. പ്രതികളെ പിടികൂടുന്ന സാഹചര്യവും നിലവിലുണ്ട്. ശ്രീജിത്ത്, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കര ടോൾ താൽക്കാലികമായി തടഞ്ഞ ഉത്തരവിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഹർജി പരിഗണിക്കുന്നത്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച നടപടിയടക്കം ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് എത്തും. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ ടോളുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ കോടതി നടപടികൾ വളരെ നിർണായകമാണ്. ഈ ടോള് താൽക്കാലികമായി തടഞ്ഞ നടപടി അത് വീണ്ടും നീട്ടുമോ ഹൈക്കോടതി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ NHAI ഇന്ന് കോടതിയിൽ ഈ ടോൾ നിരക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം മറുപടി നൽകേണ്ടി വരില്ലേ അമൽ? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. പാലിയേക്കര ടോൾ, അതായത് ജനങ്ങൾക്ക് ദീർഘകാലമായിട്ട് വളരെ വലിയ ഒരു ദുരിതം നൽകുകയായിരുന്നു. ഈ ടോൾ പിരിവിന്റെ ഭാഗമായി തന്നെ വലിയ ഗതാഗത കുരുക്ക് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഉണ്ടാകുന്നതും പതിവായിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത് തന്നെ വലിയ ഗതാഗത കുരുക്കാണ്, ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുവാനുള്ള ഒരു സാഹചര്യം ഹൈക്കോടതി ഒരുക്കിയിരുന്നു. താൽക്കാലികമായിട്ടായിരുന്നു. ഷാജി കോടനാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും ഇതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി NHAയോടും കരാർ കമ്പനിയോടും വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 4 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി ഇത്തരത്തിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിയ ഒരു സാഹചര്യം എന്നത് ഈ ഒരു ദേശീയപാതയിലെ പണി അത് അതിവേഗത്തിൽ നടപ്പാക്കുവാൻ NHAയും കരാർ കമ്പനിയും തയ്യാറാകണം എന്ന നിർദ്ദേശത്തിന്റെ പുറത്താണ് ഈ ഹൈക്കോടതി താൽക്കാലികമായിട്ട് ഈ ടോൾ പിരിവ് നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ NHA നേരെ ചെയ്തത് സുപ്രീം കോടതിയെ ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ എതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി NHAയുടെ ആവശ്യം തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് എത്തുന്നത്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, ഈ ടോൾ പിരിവ് നിർത്തിയ ഒരു സമയത്ത് ഈ ടോളിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഈ കമ്പനി ഒരുക്കിയിരുന്ന പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആംബുലൻസ് സർവീസുകൾ പോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ സർവീസുകളെല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ NHAയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു ടോൾ പിരിവിന് നടത്തുന്ന കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി. ഏതായാലും ഇപ്പോൾ ഈ ഒരു NHAയ്ക്കെതിരായിട്ടുള്ള കൂടുതൽ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, ടോൾ പിരിവ് നിർത്തിവെച്ച നടപടി നീട്ടുമോ എന്നതെല്ലാം ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ NHAയ്ക്ക് ഇത് വലിയ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഹർജിക്കാരൻ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് ചെലവായതിലും എത്രയോ അധികം തുക ടോളായി ഇതിനോടകം പിരിച്ചെടുത്തിരിക്കുന്നു എന്ന ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. റീജിത്ത്, ക്രിസ്റ്റീന.
ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽ സുരേന്ദ്രൻ. ഉത്രട്ടാതി ജലമേളയ്ക്കൊരുങ്ങി ആറന്മുള. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന മത്സരത്തിൽ 52 പള്ളിയോടങ്ങൾ അണിചേരും. ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിനാണ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്യുക. പമ്പയുടെ ഓളങ്ങളെ കീറിമുറിച്ച് തുഴയെറിയാനുള്ള ഒരുക്കത്തിലാണ് പള്ളിയോടക്കരകൾ. ഉച്ചയോടെ പമ്പാതീരങ്ങളിൽ ആർപ്പുവിളികൾ ഉയരും. ജലോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല വരെ 52 പള്ളിയോടക്കരക്കാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. A-B ബാച്ചുകളിലായിട്ടാണ് മത്സരം. ആദ്യമായിട്ട് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വന്നതുകൊണ്ടോ ഒന്നാം സ്ഥാനക്കാരാകണമെന്നില്ല, അല്ലെങ്കിൽ ഫൈനലിൽ വരണമെന്നില്ല. അവർ തുഴഞ്ഞതും അവരെ ആളുകൾ വെളിയിൽ നിന്ന് എൻ ബ്ലോക്കായിട്ട് വന്ന് കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച ശേഷം ആ കമ്മിറ്റി തീരുമാനിച്ച് തരുന്നതനുസരിച്ചായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയം തീരുമാനിച്ചിട്ടുള്ള പള്ളിയോടങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇക്കുറി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ക്രമീകരിച്ചിരിക്കുന്നത്. കരകൾക്ക് പുറത്തുനിന്നുള്ളവർ തുഴച്ചിൽക്കാരായി എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും. ഉച്ചയ്ക്ക് 1:30 ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യപ്രഭാഷണവും വഞ്ചിപ്പാട്ട് കലാകാരന്മാരെ ആദരിക്കലും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. 3 മണിക്ക് മത്സര വള്ളംകളി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചലച്ചിത്ര താരം ജയസൂര്യയും പരിപാടികളുടെ ഭാഗമാകും. 24 പത്തനംതിട്ട. ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് നിന്ന് സമാപനം. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന ഘോഷയാത്രയുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുതൽ നഗരത്തിൽ തുടങ്ങിയ ഓണാഘോഷം. നിശാഗന്ധിയും സെൻട്രൽ സ്റ്റേഡിയവും പൂജപ്പുര മൈതാനവുമടക്കം 33 വേദികൾ, 10,000-ത്തിലധികം കലാകാരന്മാർ. തലസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യാവിഷ്കാരങ്ങൾ, ദീപാലങ്കാരങ്ങൾ. ഇനി ഓണാഘോഷങ്ങൾക്ക് കൊട്ടിക്കലാശം. സമാപന സാംസ്കാരിക ഘോഷയാത്ര വൈകുന്നേരം വെള്ളിയമ്പലത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. മണിക്കൂറുകൾ തലസ്ഥാന നഗരി താളലയത്തിൽ അമരും. കലാകാരന്മാരും വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള 60-ലധികം ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. 10 ലക്ഷം ആൾക്കാർ ഈ ഘോഷയാത്ര കാണാൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെയുള്ള പോലീസിന്റെ കണക്കെടുത്താൽ 33 കേന്ദ്രങ്ങളിലായിട്ട് 15 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ വർഷവും കഴിയുന്തോറും കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താനും ഒക്കെ തന്നെ തോന്നുമല്ലോ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൂക്കാവടി, ബാൻഡ് മേളം, ആഫ്രിക്കൻ ബാൻഡ്, തെയ്യം, ഓണപ്പൊട്ടൻ, അങ്ങനെ ഘോഷയാത്രയിലുണ്ടാവുക കണ്ണിനിമ്പമുള്ള നിരവധി കാഴ്ചകൾ. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ശ്രദ്ധ നേടും. ഇതോടെ തലസ്ഥാനത്ത് അടുത്ത ഓണക്കാലത്തിനുള്ള കാത്തിരിപ്പ്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ബാക്കി ജില്ലകളിൽ മുന്നറിയിപ്പില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടും. 2021 മുതൽ 23 വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ലൈംഗികാതിക്രമത്തിനും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നായിരുന്നു വേടൻ കോടതിയിൽ വ്യക്തമാക്കിയത്. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അനിൽ കളത്തിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ല എന്ന വിമർശനം കോടതി ഉയർത്തിയിരുന്നു. ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള മറ്റൊരു ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്.
കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ തിരോധാന കേസിൽ നിർണായക പരിശോധന ഇന്ന്. വിജിലിന്റെ മൃതദേഹം കല്ലിൽ കെട്ടി താഴ്ത്തിയെന്ന് പ്രതികൾ മൊഴി നൽകിയ സരോവരത്തെ ചതുപ്പിലാണ് പരിശോധന. ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ വെള്ളം വറ്റിക്കുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെ നടപടികളാണ് ഇന്നുണ്ടാകുക? കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, റീജിത്ത്. ഇന്നത്തെ പരിശോധനയിലൂടെ വിജിലിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉറപ്പായും ലഭിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സരോവരത്തിന്റെ കനാലിന്റെ നേരെ എതിർവശത്തെ ചതുപ്പിലാണ് മൃതദേഹം താഴ്ത്തി എന്ന ഈ സുഹൃത്തുക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 2 പ്രതികൾ, അതായത് ഒന്നാം പ്രതി നിഖിൽ, മൂന്നാം പ്രതി ദീപേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന നടന്നത്. പൂർണ്ണമായി ചതുപ്പിലെ വെള്ളം ഇപ്പോൾ വറ്റിച്ചിട്ടുണ്ട്. അതൊരു പ്രതിസന്ധിയായി തുടരുകയായിരുന്നു. എന്തായാലും ആ വെള്ളം വറ്റിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നടത്തുന്ന പരിശോധനയിലൂടെ രാവിലെ 9 മണി മുതൽ പരിശോധനകൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 9 മണിക്ക് ആരംഭിക്കുന്ന പരിശോധനയിലൂടെ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. എലത്തൂർ പോലീസ് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെ ഇന്നത്തെ ഈ പരിശോധനയിൽ വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം പോലീസ് നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. ഇന്നലെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായതും. എന്തായാലും ഈ മൃതദേഹം ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതികളുടെ മൊഴികളുണ്ട് എന്നിരിക്കെ പോലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള രേഖകൾ കൂടി ലഭ്യമാകണമെങ്കിൽ അതിനെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചേ മതിയാകൂ. അത് ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. നിഖിൽ, എന്തെങ്കിലും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഈ തെരച്ചിലിന് ഉപയോഗപ്പെടുത്തേണ്ടി വരുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കെടാവർ നായകളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇതിനായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള ആലോചന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ നിഖിൽ? തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ GPS സൗകര്യം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് ഇന്നലെ എലത്തൂർ CI പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൃതദേഹ അവശിഷ്ടം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഈ ചതുപ്പിൽ മൃതദേഹ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. അവരെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രതികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്നലെ നടത്തിയിരുന്നത്. നമുക്കറിയാം ആ പ്രദേശത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളൊന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ തഹസിൽദാർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം മാത്രമാണ് ഉള്ളത്. ഇന്നും ആ സാന്നിധ്യം തുടരും. ഇന്ന് മൃതദേഹം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനത്തെ പരോക്ഷമായി വിമർശിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നിരവധി വെല്ലുവിളികൾ നേരിടുമ്പോൾ ബഹുരാഷ്ട്ര സംവിധാനം ലോകത്തെ പരാജയപ്പെടുത്തുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ സമ്മർദ്ദങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് ആഗോളക്രമത്തിന് തന്നെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. ബ്രിക്സ് നേതാക്കളുടെ ഓൺലൈൻ യോഗത്തിലാണ് പരാമർശം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. വ്യാപാര കാര്യങ്ങൾ ഒരു വഴിക്ക്, വ്യാപാരേതര കാര്യങ്ങൾ ഒരു വഴിക്ക്, ഇതുവരെ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് വ്യാപാര കാര്യങ്ങൾക്കിടയിൽ മറ്റു കാര്യങ്ങൾ കൂടി കൂട്ടിക്കലർത്താനുള്ള ചില ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ ചിലരുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ പരോക്ഷമായ ഒരു വിമർശനമാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. US-ന്റെ ഇരട്ട തീരുവയ്ക്കെതിരെ പരോക്ഷ വിമർശനമാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ US തീരുവ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഓൺലൈൻ ഉച്ചകോടി വിളിച്ചിരുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് പങ്കെടുത്തത്. അദ്ദേഹമാണ് ഈ യോഗത്തിൽ സംസാരിക്കവേ US-ന്റെ ഇരട്ടി തീരുവയ്ക്ക് എതിരായുള്ള പരോക്ഷ പരാമർശം നടത്തിയിരിക്കുന്നത്. വ്യാപാര നടപടികളെ വ്യാപാരേതര കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വ്യാപാരത്തിനും നിക്ഷേപത്തിനും സുസ്ഥിരവും പ്രവചനാതീതവുമായ അന്തരീക്ഷം വേണമെന്നും സാമ്പത്തിക രീതികൾ ന്യായവും സുതാര്യവും എല്ലാവർക്കും പ്രയോജനകരവുമായിരിക്കണം
പരിഹരിക്കണം എന്നുമാണ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമാണ് ഇത്. കോവിഡ് മഹാമാരി, അതിനുശേഷം പലയിടങ്ങളിലായി ഉണ്ടാകുന്ന സംഘർഷം, യുക്രൈൻ റഷ്യ സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അത്തരം ഒരു സാഹചര്യത്തിൽ ബഹുരാഷ്ട്ര സംവിധാനം ലോകത്തെ പരാജയപ്പെടുത്തുന്നുവെന്നും ഗുരുതരമായ സമ്മർദ്ദങ്ങൾ പരിഹരിക്കാതെ പോകുന്നത് ആഗോളക്രമത്തിന് തന്നെ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കും എന്നുമാണ് അദ്ദേഹം ഈ യോഗത്തിൽ പറഞ്ഞത്. ഈ യോഗം വിളിച്ചത് ബ്രസീൽ പ്രസിഡന്റ് ലുണ ഡസിൽവി ആയിരുന്നു. ഇന്ത്യക്ക് സമാനമായി 50% തീരുവ US ഏർപ്പെടുത്തിയ ഒരു രാജ്യമാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളോടുള്ള അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇരട്ടി തീരുവയെ അല്ലെങ്കിൽ തീരുവയെ എങ്ങനെ നേരിടാം എന്ന് ചർച്ച ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്തരത്തിൽ ഒരു ഓൺലൈൻ യോഗം ബ്രിക്സ് രാജ്യങ്ങളുടെ വിളിച്ചു ചേർത്തത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴക്കെടുതി ബാധിച്ച പഞ്ചാബും ഹിമാചൽ പ്രദേശും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ച പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേന്ദ്രത്തിന്റെ ദുരിതാശ്വാസ പാക്കേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായേക്കും. മഴക്കെടുതിയിൽ പഞ്ചാബിൽ 46 പേരും ഹിമാചൽ പ്രദേശിൽ 370-ലധികം ആളുകൾക്കുമാണ് ജീവൻ നഷ്ടമായത്. 20,000 കോടി രൂപയുടെ നഷ്ടം പഞ്ചാബിലുണ്ടായി എന്നാണ് പ്രാഥമിക കണക്കുകൾ. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദം തുടരും. റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഇന്നത്തോടെ പൂർത്തിയാകും. റഫറൻസിനെ എതിർത്ത് കേരളം ഇന്ന് വാദം ഉന്നയിക്കും. ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിർത്തണമെന്നാവശ്യമാകും കേരളം മുന്നോട്ട് വയ്ക്കുക. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ രാഷ്ട്രപതിയുടെ റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഇന്ന് അവസാനിക്കുകയാണ്. കേരളവും എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കോടതി നടപടികൾ എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീന, റീജിത്ത്, ഇന്ന് രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ കേസിൽ പ്രധാനമായും ഈ ഇക്കാര്യത്തെ എതിർക്കുന്ന രാഷ്ട്രപതി റഫറൻസിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ വാദങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. കേരളമായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുക. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലായിരിക്കും സുപ്രീം കോടതിയിൽ ഹാജരാകുക. പ്രധാനമായും ഈ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ആവശ്യമാണ് എന്നും ഇത് സംസ്ഥാനത്ത് വലിയ ഭരണപ്രതിസന്ധി അല്ലാത്ത പക്ഷം ഉണ്ടാകാൻ ഇടയാകുന്നു എന്നും ഈ കഴിഞ്ഞ കാലം ഇത്തരത്തിൽ സുപ്രീം കോടതിയെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് കേരളം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് അടക്കമുള്ളവർ ഈ സമാനമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഗവർണർക്ക് വിവേചനാധികാരം നൽകുന്നത് വലിയ ഭരണസ്തംഭനവും ഒപ്പം തന്നെ ഭരണഘടനാ സ്തംഭനവും ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉയർന്നു വന്നിരുന്നു. അതേസമയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കവേ വാക്കാൽ നടത്തിയ നിരീക്ഷണങ്ങൾ അത് രാഷ്ട്രപതി റഫറൻസിനെയും ഒപ്പം തന്നെ ഈ എല്ലാ കേസുകളിലും ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എല്ലാ ഘട്ടത്തിലും എന്നുള്ള തരത്തിലായിരുന്നു. മറിച്ച് ആവശ്യമായ ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ള വാക്കാൽ നിരീക്ഷണമായിരുന്നു സുപ്രീം കോടതി നടത്തിയത്. എന്തായാലും ഇന്ന് എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ വാദം പൂർത്തിയാകും. പിന്നീടാകും കേന്ദ്രത്തിൻ്റെതടക്കമുള്ള വാദങ്ങൾ നടക്കുക. ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ നിയമ വിദ്യാർത്ഥികൾ പോലും ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. എന്ത് തീരുമാനമാകും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളത് ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന, റീജി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. കോടതിയിൽ ഇന്ന് അതിനെ എതിർക്കുന്നവരുടെ വാദം പൂർത്തിയാക്കും. കേരളവും ഇന്ന് എതിർപ്പ് ഉന്നയിക്കും. നോക്കാം ഇനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. TVK അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിന്റെ പ്രസംഗവേദി നിശ്ചയിക്കുന്നതിൽ ആശയക്കുഴപ്പം. തിരുച്ചിറപ്പള്ളിയിലെ പ്രധാന ബസ് സ്റ്റാൻഡിൽ പരിപാടി നടത്താനാകില്ല എന്ന് പോലീസ്. ഇതേ വേദി തന്നെ അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ വീണ്ടും പോലീസിനെ സമീപിക്കും.
BJP എംപിമാരോട് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസിന് കാര്യമായ വളർച്ചയുണ്ടാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. BJP തമിഴ്നാട് അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനെ വീണ്ടും വിമർശിച്ച് TTV ദിനകരൻ. നൈനാർ നാഗേന്ദ്രന്റെ സമീപനം കാരണമാണ് തങ്ങൾ മുന്നണി വിട്ടതെന്ന് ദിനകരൻ. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ SMS ക്യാമ്പയിൻ തങ്ങൾ ഇടപെട്ട് തടഞ്ഞിട്ടില്ലെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ക്യാമ്പയിൻ ആരംഭിച്ച ശേഷം നൽകിയിരുന്ന നമ്പറിലേക്ക് SMS അയക്കാൻ കഴിയാത്തതോടെ കോൺഗ്രസ് ട്രായ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ SMS ക്യാമ്പയിൻ. പശ്ചിമബംഗാളിൽ മണൽക്കടത്ത് മാഫിയയെ വലയിലാക്കാനായി ED റെയ്ഡ്. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള 20 ഇടങ്ങളിൽ പരിശോധന നടത്തി. മാഫിയ സംഘത്തലവൻ ഷെയ്ഖ് ജാഹിലുലുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലായിരുന്നു പരിശോധന. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അമേരിക്കയിലേക്ക് നവംബറിൽ സന്ദർശനം ഉണ്ടാകുമെന്നാണ് സൂചന. ആഗോളതലത്തിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് ഉറച്ച പിന്തുണ നൽകുന്ന രാജ്യമെന്ന നിലയിൽ സൗദി കിരീടാവകാശിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ പരന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത നവംബറിൽ സൗദി കിരീടാവകാശിയുടെ അമേരിക്കൻ സന്ദർശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണം സൗദി കിരീടാവകാശിക്ക് ഇതിനകം ലഭിച്ചു. 2018 ശേഷം ആദ്യമായാണ് കിരീടാവകാശി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മെയ് മധ്യത്തിൽ സൗദിയിൽ സന്ദർശനം നടത്തിയിരുന്നു. നമുക്കറിയാം, ട്രംപും സൗദി കിരീടാവകാശിയും തമ്മിലുള്ള ഉറ്റ സൗഹൃദം. അമേരിക്ക നടത്തുന്ന പല സമാധാന ശ്രമങ്ങൾക്കും ഉറച്ച പിന്തുണയാണ് സൗദി അറേബ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ സൗദി അറേബ്യ ഒരു മധ്യസ്ഥതയുടെ റോളാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ അമേരിക്ക നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഉറച്ച പിന്തുണ സൗദി അറേബ്യ നൽകുന്നുണ്ട്. താരിഫ് വിഷയത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ പിന്തുണ സൗദി അറേബ്യ നൽകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ റഷ്യൻ ഓഹരിയുള്ള കമ്പനിക്ക് സൗദി അറേബ്യ എണ്ണ വിതരണം ചെയ്യുന്നത് നിർത്തിയതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടാനും അതിനു പുറമെ ഊർജം, പ്രതിരോധം, സൈനിക മേഖലകളിലെല്ലാം, സാംസ്കാരിക മേഖലകളിലെല്ലാം അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാനും ഈ സന്ദർശനം കാരണമാകും എന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഗസയിൽ നിന്ന് ഫലസ്തീനികൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിലെ കൂട്ടക്കൊലകളെ അപലപിച്ച് UN രംഗത്തെത്തി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. എന്താണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത്? സാധാരണ ഈ അടുത്തിടെ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ക്രിയാത്മകമായ ഒരു നിലപാട് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ UN പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഇസ്രയേൽ വലിയ തോതിൽ ഗസ പട്ടണത്തിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇസ്രയേലിന്റെ സൈനിക നടപടിക്ക് മുന്നോടിയായി ഗസ നഗരവാസികൾ ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ വളരെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ജെറുസലേമിൽ നടന്ന വെടിവെപ്പിൽ അക്രമികളെ സഹായിച്ച എല്ലാവരെയും പിടികൂടുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണം നടത്തിയവരെ അഭിനന്ദിച്ച് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് കിട്ടിയ ഒരു സ്വാഭാവിക തിരിച്ചടിയാണ് ഈ ജെറുസലേമിൽ നടന്നതെന്നാണ് ഹമാസ് പറഞ്ഞത്. നേരത്തെ കൃഷ്ണ ചോദിച്ചതുപോലെ ഐക്യരാഷ്ട്രസഭ രൂക്ഷമായിട്ടുള്ള വിമർശനം തുടരുകയാണ്. ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊല ചെയ്തത് ഐക്യരാഷ്ട്രസഭയെ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളൊക്കെ മനഃപൂർവ്വം തടയുന്നതായിട്ടാണ് ഈ ഗസയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു വലിയൊരു ഐക്യരാഷ്ട്ര സഭാ സംഘം അവിടെ ഉണ്ട്. അവർ ആരോപിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറായ വോൾക്കർ ടർക്ക് പറയുന്നത് ഇസ്രായേൽ ഒന്നിനു പുറകെ ഒന്നായി യുദ്ധക്കുറ്റങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസയിലെ നാശത്തിന്റെ വ്യാപ്തി തന്നെ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല കൃഷ്ണ, റീജിത്ത്, ജനുവരിയിൽ ഇസ്രായേലിനെതിരെ ഈ വംശഹത്യ തടയുവാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അത് വോൾക്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വോൾക്കർ പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അധികം വൈകാതെ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇസ്രായേൽ ഉത്തരം നൽകേണ്ടി വരുമെന്നാണ്. കൃഷ്ണ, റീജിത്ത്.
ശരി, ഗസയിൽ നിന്ന് പലസ്തീനികൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കായിക വാർത്തകളാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെയാണ്. അടുത്ത വർഷത്തെ ലോകകപ്പിന്റെ കർട്ടൻ റൈസറാണ് ഏഷ്യൻ ടീമുകൾക്ക് 2020 ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പ്. ഏഷ്യയുടെ രാജാക്കന്മാരാകാനും കരുത്തു തെളിയിക്കാനും മാറ്റുരയ്ക്കുന്നത് 8 ടീമുകൾ. ഗ്രൂപ്പ് എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്കൊപ്പം ചിരവൈരികളായ പാകിസ്ഥാനും ഒമാനും ആതിഥേയരായ UAEയും. ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് ടീമുകൾ. നാളെ രാത്രി 8-ന് അബുദാബിയിലെ സയ്യിദ് സ്റ്റേഡിയത്തിലെ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് പോരാട്ടത്തോടെയാണ് ഏഷ്യ കപ്പിന്റെ ആവേശത്തുടക്കം. കണക്കുകളിലും കരുത്തലിലും ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ തന്നെ ടൂർണമെന്റിലെ ഫേവറേറ്റുകൾ. നാളെ ആതിഥേയരായ UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഞായറാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ 19-ന് ഇന്ത്യ ഒമാനെ നേരിടും. ഗ്രൂപ്പ് റൗണ്ടിന് ശേഷം സൂപ്പർ ഫോറും 28-ന് ഫൈനലും നടക്കും. സഞ്ജു സാംസണ് ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടമുണ്ടോ എന്നതിലാണ് മലയാളി ആരാധകരുടെ ആകാംക്ഷ. സ്പോർട്സ് ഡെസ്ക് 24. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ മിന്നും ജയത്തോടെ ഇന്ത്യക്ക് ചരിത്ര മെഡൽ. കരുത്തരായ ഒമാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വെങ്കല നേട്ടം. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനിലയിലായതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഷൂട്ടൌട്ടിൽ 3 സേവുകളുമായി ഗുർപ്രീത് സിംഗ് സന്ധു ഇന്ത്യയുടെ രക്ഷകനാവുകയായിരുന്നു. ഫിഫ റാങ്കിങ്ങിൽ ഒമാൻ 79-ാം സ്ഥാനത്തും ഇന്ത്യ 133-ാം സ്ഥാനത്തുമാണ്. സമീപകാലത്ത് കനത്ത തിരിച്ചടികളിലൂടെ കടന്നുപോകുന്ന ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയമാണിത്. ഖാലിദ് ജമീൽ പരിശീലകനായതിനു ശേഷമുള്ള ആദ്യ ടൂർണമെന്റിൽ തന്നെ മെഡൽ നേടാനായത് ഇന്ത്യയുടെ ആത്മവിശ്വാസം കൂട്ടും. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ വമ്പന്മാർ കളത്തിലേക്ക്. യൂറോപ്യൻ മേഖലയിലെ മത്സരങ്ങളിൽ പോർച്ചുഗലും ഫ്രാൻസും, ലാറ്റിൻ അമേരിക്കൻ പോരാട്ടങ്ങളിൽ അർജന്റീനയും ബ്രസീലും കളത്തിലെത്തും. ഫുട്ബോൾ ആരാധകർക്ക് ഇന്ന് ഉറക്കമില്ല രാത്രി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സൂപ്പർ ടീമുകളും സൂപ്പർ താരങ്ങളും കളത്തിലെത്തും. രാത്രി 12:15 തുടങ്ങുന്ന യൂറോപ്യൻ മേഖലയിലെ കലക്കൻ പോരാട്ടങ്ങളാണ് ആദ്യം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഹംഗറിയെ നേരിടും. കഴിഞ്ഞ കളിയിൽ റൊണാൾഡോയുടെ ഇരട്ടപ്രഹരം ഉൾപ്പെടെ എതിരില്ലാത്ത 5 ഗോളിനായിരുന്നു പറങ്കിപ്പടയുടെ ജയം. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ഐസ്ലൻഡിനെ നേരിടുമ്പോൾ ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ സെർബിയ. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ അവസാന റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 ഇക്വഡോറിനെ നേരിടും. ലോകകപ്പിന് യോഗ്യതയും മേഖലയിലെ 1-ാം സ്ഥാനവും ഉറപ്പിച്ചതിനാൽ നായകൻ ലിയോണൽ മെസ്സിക്ക് വിശ്രമം നൽകിയാണ് അർജന്റീന കളത്തിലെത്തുക. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ തിരിച്ചുവരവിന്റെ പാതയിലുള്ള ബ്രസീൽ പുലർച്ചെ 5-ന് ബൊളീവിയയെ നേരിടും. ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ച യുറുഗ്വേ, കൊളംബിയ ടീമുകൾക്കും ഇതേ സമയം മത്സരമുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. രാസലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രഭാത നടത്തം ഇപ്പോൾ മലപ്പുറത്ത് നടക്കുകയാണ്. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടത്തം അത് പലയിടങ്ങളിൽ നടത്തി. ഇപ്പോൾ മലപ്പുറത്തുള്ള പ്രഭാത നടത്തത്തിന് തുടക്കമായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതാ പ്രഭാത നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപ് മലപ്പുറം കലക്ട്രേറ്റ് മുൻപിൽ നിന്നാണ് ഈ ജനപ്രതിനിധികളൊക്കെ ആയിട്ടുള്ള യാത്ര രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത്. വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള യാത്ര ഇതാ അങ്ങനെ മലപ്പുറത്തും എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. രാസലഹരിക്കെതിരെയുള്ള നടത്തം അല്ലെ മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണുനീരൊപ്പാനുള്ള ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ അമ്മമാർ ഇന്ന് വേദനിച്ച് കഴിയുന്ന മക്കൾ ഈ ലഹരിക്ക് അടിമകളായി മാറുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. അതിനുവേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും അണിനിരത്തുന്ന ഒരു ബഹുജന മുന്നേറ്റമാണ് ഈ വാക്കത്തോൺ. വളരെ പ്രൗഢമായിട്ടുള്ളൊരു നടത്തമാണ്. എല്ലാ ജനപ്രതിനിധികളുണ്ട്, MLA-മാരുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാവരെയും ഞങ്ങൾ ഇതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ട് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമാണിത്. പഞ്ചാബ് പോലാകരുത് കേരളം, കൊളംബിയ പോലാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നേറ്റമാണ്.
പറഞ്ഞതുപോലെ തന്നെ രാവിലെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. മുനവറി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. യാത്ര ഇപ്പോൾ ഇതാ കുന്നുമ്മൽ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടപ്പടി വരെയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. നൂറുകണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ്. MLA-മാരും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിവിധ പ്രസ്ഥാനങ്ങൾ, ഇതുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയാണ് 6 മണിയോടുകൂടി തന്നെ ഈ യാത്ര ഇപ്പോൾ കുന്നുമ്മൽ കടന്ന്. ശരി, വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ യാത്ര. രാസലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രഭാത നടത്തം അത് മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. പ്രധാന കോൺഗ്രസ് നേതാക്കൾ, MLA-മാർ, ലീഗ് നേതാക്കളൊക്കെ ആ യാത്രയുടെ ഭാഗമാകുന്നു, ആ പ്രഭാത നടത്തത്തിന്റെ ഭാഗമാകുന്നു. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. ഡിക്കി തുറന്ന് പുറത്തേക്ക് കാലിട്ടിരുന്നായിരുന്നു തിരക്കുള്ള റോഡിലൂടെയുള്ള യാത്ര. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലൊക്കെയുള്ള എത്രയോ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വരികയും അതിലൊക്കെ കർശനമായ നടപടികൾ പിന്നീട് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും പാഠം പഠിക്കാത്ത നിലയിലേക്കാണ് ഇവർ പോയത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? വിശദാംശങ്ങൾ എന്താണ് നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 കൂടിയാണ് ഈ സംഭവം. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന സംഘമാണിത്. ആ വാഹനത്തിൽ മറ്റു യുവാക്കളും ഉണ്ടായിരുന്നു. ഇവർ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് പിന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇവർ ഈ ഇത്തരത്തിലുള്ള യുവാക്കൾ അപകടം വരുത്തി വെക്കുന്നത് അവർക്ക് മാത്രമല്ല മറ്റു യാത്രികർക്ക് കൂടി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറ് നല്ല തിരക്കുള്ള വഴിയിലൂടെയൊക്കെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് ഈ ശ്രദ്ധയിൽപ്പെട്ട ഇതിന് പുറകിലുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ കാറിന്റെ നമ്പർ അടക്കം ഇപ്പോൾ ലഭ്യമാണ്. KL 55 AC 0096 എന്ന കാറിലാണ് ഈ സംഘം കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന മറ്റ് വാഹനയാത്രികരൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് ഇങ്ങനെ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷെ ആ കുട്ടികൾ പിടിച്ചാണ് ഇരിക്കുന്നതെന്നിരിക്കെ പോലും അല്പം വേഗതയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് താഴേക്ക് വീഴാനും അതൊരു അപകടത്തിലേക്ക് മാറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം വ്യക്തമാക്കുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കോഴിക്കോട്ട്. CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖ റാലി ഇന്ന് വയലാർ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് ആരംഭിക്കും. സമ്മേളനത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നതിനായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. തിരുവനന്തപുരം ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബം ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. പ്രതികളായ 5 പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. ഇതിനെതിരെയാണ് ഉദയകുമാറിന്റെ കുടുംബം അപ്പീൽ നൽകുക. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ആ അമ്മയുടെ ഒരു പോരാട്ടം, ചില വ്യക്തികൾ അമ്മയെ പൂർണ്ണമായും സഹായിക്കുന്നുമുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ ആണല്ലോ, വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് 2005 നടന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന കൊലപാതകം. അന്ന് ഇത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തുന്നത്. ഇപ്പോഴിതാ ആ സംഭവത്തിൽ ഹൈക്കോടതി ആ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട ഘട്ടത്തിലാണ് സർക്കാർ അതിനെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത്. ആദ്യം കുടുംബം തന്നെയായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ആദ്യ 4 പ്രതികൾക്ക് നേരത്തെ തന്നെ കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നെ അതിൽ 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും 2018 വധശിക്ഷ തിരുവനന്തപുരം CBI കോടതി വധശിക്ഷ വിധിച്ചത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയിൽ ഇത് വിചാരണ ചെയ്ത് ഹൈക്കോടതിയിൽ നിന്നാണ് ഈ പ്രതികളെ, ഇതിൽ 2-3 പ്രതികൾ മരണപ്പെട്ടു പോയവരാണ്. ഇതിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഇതിനെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. കൃത്യമായ അട്ടിമറി കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നതായിരുന്നു കുടുംബത്തിന്റെ വാദം. പക്ഷേ CBIയുടെ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും വ്യക്തമായ തെളിവുകൾ പോലീസുകാർക്കെതിരെ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിമർശനം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2005 നടന്ന കൊലപാതകത്തിൽ അന്ന് തന്നെ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. പക്ഷേ സാക്ഷികൾ പലരും കൂറുമാറുകയും
കൃത്യമായ തെളിവ് ശേഖരണത്തിലടക്കം ആദ്യം അന്വേഷിച്ച പോലീസ് സംഘത്തിനും ക്രൈംബ്രാഞ്ചിന് മുഖത്തിന് വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ കോടതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് CBIയുടെ അന്വേഷണത്തിൽ പോലും ഗുരുതരമായ വീഴ്ച ഉണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്താണെങ്കിലും ഇന്നലെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ അഭിഭാഷകന് ഇത് സംബന്ധിച്ച് വക്കാലത്ത് നൽകിയിരുന്നു. ഇന്നിതാ കോടതിയിൽ അപ്പീൽ നൽകും. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൂടി കുടുംബത്തിന്റെ ഭാഗമായി വിധിക്കെതിരെ നിൽക്കുന്നു. ഒപ്പം തന്നെ പോലീസുകാർക്കെതിരായ നടപടി വേണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരും ഉറച്ചു നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, 2005 സെപ്റ്റംബർ 27 നടന്ന ആ ഉരുട്ടിക്കൊലക്കേസിൽ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ്. സംസ്ഥാന സർക്കാരും കുടുംബത്തോടൊപ്പം അപ്പീലിൽ പങ്കാളികളാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.